ഇന്ന് കേരളത്തിലെ ചുമട്ടുതൊഴിലാളികൾ സാധാരണ സർക്കാർ ജീവനക്കാരെ പോലെ തൊഴിലെടുക്കുന്നവരും ആവശ്യമായ വേതനം കൈപ്പറ്റുന്നതിന് മാറിയിട്ടുണ്ട്. അവിടെ തൊഴിൽ സമയങ്ങളിൽ ക്രമീകരണമായിട്ടുണ്ട്. അവിടെ വേതനം നിയമാനുസൃതമായി ലഭിക്കേണ്ട വേതനം ലഭിക്കുന്നതിനാവശ്യം ഉറപ്പുവരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പഴയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴിലാളികളെ തട്ടിയെടുക്കാനുള്ള ഏതൊരു തൊഴിലുടമയ്ക്കും തൊഴിലാളിയെ കൈകാര്യം ചെയ്യാനുള്ള അവസ്ഥയെല്ലാം മാറിക്കഴിഞ്ഞ് തൊഴിലാളി ഈ നാടിൻ്റെ പൗരനാണെന്നും അവകാശമുണ്ടെന്നും അവൻ സാമൂഹികത്തിലുണ്ടെന്നും തെളിയിക്കുവാൻ കഴിഞ്ഞതിൽ മുൻകൈ എടുത്ത് CITU കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനുമാണ്. സഖാവ് മജീദിനും സഖാവ് ബീരാഘവനും സഖാവ് ഷംസിനും മാരകമായ പരിക്കേറ്റു. 3 വരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. സഖാവ് മജീദ് ആ സഖാവിന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. സഖാവ് ബീരാഘവന്റെയും സഖാവ് ഷംസിന്റെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞു. സഖാവ് മജീദ് നമ്മളെ വിട്ടുപോയി. സഖാവ് അഡ്വക്കേറ്റ് അബ്ദുൽ മജീദ് വിട്ടുപോയി 44 വർഷം തികയുമ്പോൾ നിശ്ചയമായും കൊട്ടാരക്കരയിലെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച്, കൊട്ടാരക്കരയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരെയും CITU സംബന്ധിച്ച് സഖാവ് മജീദിന്റെ നാമധേയം രോമാഞ്ചം കൊള്ളുന്നതാണ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കൊട്ടാരക്കര കമ്പോളത്തിൽ പച്ചക്കറി മാർക്കറ്റിൽ തൊഴിലാളിക്ക് അർഹമായ കൂലിയോ ജോലിയോ കൊടുക്കാതിരുന്നപ്പോ സഖാവ് മജീദ് ഈ കമ്പോളത്തിൽ നിരാഹാരം നടക്കാൻ തയ്യാറായ സഖാവാണ്. അന്നത്തെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനമുള്ള കൊട്ടാരക്കരയിലും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ ഇടതുപക്ഷ പ്രവർത്തകർ, അന്നത്തെ പ്രത്യേകിച്ച് യുവതലമുറയിലെ പ്രവർത്തകർ ശബ്ദമുയർത്തി തലയെടുത്ത് ജനങ്ങളെ സംഘടിപ്പിച്ചു വരുന്നു എന്ന് കണ്ടതുകൊണ്ട് അതിനെ തകർക്കുക എന്നുള്ള രാഷ്ട്രീയ ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ ഉദ്ദേശത്തിന് കൈക്കോടാലിയായി കിട്ടിയത് RSSനെയാണ്. സാധാരണ പല സ്ഥലത്തും വന്നതുപോലെ RSS ആണ് അതിനൊരു ഉപകരണം. RSSും BJP അത്രയും BJP എന്നതിന് രാഷ്ട്രീയ പാർട്ടി എന്നല്ല, RSS കൃത്യമായ വർഗീയ രാഷ്ട്രീയം രഹസ്യമായും പരസ്യമായും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ, രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ അവരുടെ രാഷ്ട്രീയം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞതുപോലെ മതിയായ ഒരു കാരണമോ സംഘർഷമോ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമോ ഉണ്ടെങ്കിൽ ഒരു അടിയോ സംഘർഷം ഉണ്ടായാൽ മനസ്സിലാവും. മനുഷ്യനാണ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാശി വരാം. അതൊന്നുമില്ലാതെ ആ കടയിൽ കയറി ടക്ക വെച്ചു 3 പേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അബ്ദുൽ മജീദ് നമ്മുടെ വേർപെട്ടു. ആ സഖാവ് പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഇവിടുത്തെ ഇടതുപക്ഷം CPIM, പ്രത്യേകിച്ച് CPIM, ആ പ്രസ്ഥാനത്തിന് ഇന്ന് കൊട്ടാരക്കരയിൽ എല്ലാ സ്ഥലത്തും, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി മാത്രമല്ല, അന്ന് പഞ്ചായത്തായിരുന്നു, ഇന്ന് മുനിസിപ്പാലിറ്റിയാണ്, മുനിസിപ്പാലിറ്റി മാത്രമല്ല കൊട്ടാരക്കരയിൽ ആകെ വലിയ സ്വാധീനത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ മാത്രമല്ല, കേരളത്തിലാകെ ആ സമയത്തുണ്ടായിരുന്ന ഇടതുപക്ഷത്തെക്കാളും കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്ന തരത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി വന്നിട്ടുണ്ടെന്നുള്ള ബഹുമാനകരമായ കാര്യം.